ദൈവമേ, അവൾ ഈ വീടിന്റെ ഐശ്വര്യമായിരുന്നടാ. അവള് ജനിച്ച ശേഷമാണ് നമ്മുടെ വീട്ടിലെ എല്ലാ നല്ല കാര്യങ്ങളും നടന്നിട്ടുള്ളത്. അവര് വേറെ മതത്തിലുള്ളവരാ, അത് നമുക്ക് അവമാനം തന്നെ. പക്ഷെ അവള് കരയുന്നത് എനിക്ക് കാണാൻ വയ്യ മോനെ. അവളെന്റെ പുന്നാര മോളല്ലേ. നിന്നിൽ നിന്നും അവളെ രക്ഷിക്കാനായിട്ട് ഞാൻ വേറെ വഴിയൊന്നും കണ്ടില്ല. ഒരു പ്രധാന കാര്യം, ഇപ്പോഴും സ്വത്തുക്കളെല്ലാം നിങ്ങളുടെ പേരിലാണ് ഉള്ളത്. അങ്ങനെയാണ് ഞാൻ എഴുതി വെച്ചിരിക്കുന്നത്. എന്റെ മോളെ നിങ്ങൾ ജീവിക്കാൻ അനുവദിക്കുക. ഞാൻ അവളെ കൊല്ലാൻ പാടില്ല അല്ലേ? ശരി, ഞാൻ അവളെ കൊന്നു കഴിഞ്ഞാൽ സ്വത്ത് എനിക്ക് കിട്ടില്ല, ശരിയല്ലേ? ദാ നിങ്ങളെ കൊന്നാലോ? നിങ്ങളെ കൊന്ന പ്രശ്നമില്ലല്ലോ. നിങ്ങളെ കൊന്ന സ്വത്ത് എനിക്ക് കിട്ടൂല്ലേ? അയ്യോ എന്റെ ചേട്ടാ, ഞങ്ങളെ വിട്ടിട്ട് പോയല്ലോ. ഞങ്ങൾക്ക് ഇനി വേറെ ആരുണ്ട്? ഞങ്ങൾക്ക് വേറെ ആരുണ്ട്? ഈ ചേട്ടൻ എനിക്ക് കണ്ടുകൂലി തീർന്നില്ല. അയ്യോ എന്റെ പൊന്നു ചേട്ടാ. അവൻ നിന്നെ പുന്നാറ് മോളെന്ന് പറഞ്ഞ് കൊഞ്ചിച്ച് കൊഞ്ചിച്ച് വളർത്തി. നിന്റെ ജീവനെ കണ്ടിട്ട് അവസാനം അവന്റെ ജീവൻ തന്നെ നീ എടുത്തല്ലോടി. ആരാ ജീവൻ എടുത്തത്? എനിക്കത് അറിഞ്ഞേ പറ്റൂ. എന്റെ അച്ഛൻ മരിച്ചതല്ല, ആരും കൊന്നതാ. അതെനിക്ക് നന്നായിട്ട് അറിയാം. അത് വേറെ ആരുമല്ല, ദൈവം തന്നെയാ. എന്റെ അച്ഛനെ കൊന്നത് ദൈവം തന്നെയാ. പുഷ്പലതേ, നിന്റെ ചേട്ട എന്ത് തെറ്റിയെന്ന നീ അന്യമതക്കാരന്റെ കൂടെ ഇറങ്ങിപ്പോയതോർത്ത് വേദനിച്ചാ മരിച്ചത്. താൻ എന്തൊക്കെയാ പറയുന്നേ? ഇദ്ദേഹത്തിന്റെ സമ്മതത്തോടെയാ ഈ കല്യാണം നടന്നത്. നീയൊക്കെ ഇതിനെ സമ്മതിക്കില്ലെന്ന് വെച്ചാ അദ്ദേഹം സമ്മതിച്ചത്. നിർത്തടി, ഒരുപാട് കിടന്ന് സംസാരിക്കല്ലേ. ഈ ആലോചനയായിട്ട് വന്ന അന്ന് തന്നെ ഇവരെല്ലാവരെയും തീർത്തളയണമെന്ന് അദ്ദേഹം പറഞ്ഞതാ. നിന്റെ അടുത്ത് നിന്നൊക്കെ എന്നെ രക്ഷിക്കാൻ വേറെ ഒരു വഴിയില്ലാത്തോണ്ടാ എന്റെ അച്ഛൻ സ്വത്ത് മുഴുവൻ എന്റെ പേരിൽ എഴുതി വെച്ചത്. ഇന്നലെ ഈ കാര്യങ്ങൾ അറിഞ്ഞപ്പോ തന്നെ ഞാൻ പേടിച്ചതാ. ഞാൻ വിചാരിച്ച പോലെ തന്നെ രാവിലെ ഈ വാർത്ത വന്നത്. മര്യാദയ്ക്ക് പറ, ഈ സ്വത്തിന് വേണ്ടിയാണ് എന്റെ അച്ഛനെ കൊന്നത്. കണ്ണിച്ചോരല്ലാതെ എന്റെ അച്ഛനെ കൊന്നാണെന്നല്ലോടാ. സംസാരിക്കാൻ വന്നിരിക്കുന്നു. ഞാൻ തന്നെയാ കൊന്നത്, അതിനെന്താ? സ്വത്തിന് വേണ്ടി മാത്രമല്ല, ആ തെണ്ടയുടെ കൂടെ നിന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞില്ലേ, അതുകൊണ്ടാ ദേഷ്യത്തിന് ഞാൻ കൊന്നത്. അച്ഛനെ മാത്രമല്ല, അടുത്ത ചാകാൻ പോകുന്നതേ നീയും നിന്റെ ഭർത്താവും, ആ പേട്ട, പിന്നെ അവന്റെ കൂടെ ഉള്ളവരും. സ്വന്തം തുണ്ടായിട്ട് വെട്ടോടാ ഞാൻ. മാറിക്കേ, അവളുടെ വയറ്റുള്ള നിന്റെ കുഞ്ഞിനെ പോലും വെറുതെ വിടാൻ പോകുന്നില്ല ഞാൻ. അതിനെയും കൊന്ന് തള്ളിയിരിക്കും ഞങ്ങളാ. ഇത് ഞങ്ങളുടെ കുടുംബത്തിന്റെ അഭിമാന പ്രശ്നം. അതിനുവേണ്ടി എത്ര പേരെ വേണമെങ്കിലും ഞാൻ കൊന്നിരിക്കും. പണ്ട് നമ്മുടെ വാപ്പയെ ഇവൻ ലോറി കയറ്റി ഇന്ന് സ്വന്തം തന്തയെ തന്നെ കൊന്നിരിക്കുക. അവൻ പറയുന്ന പോലെ നമ്മളെ കൊല്ലാൻ വേണ്ടി ഒരു ചെറിയ സ്കെച്ചെങ്കിലും ഇടാതിരിക്കും തോന്നുന്നു. അതിനൊരു സംശയവും വേണ്ട. അതിനു മുമ്പ് നമുക്കങ്ങ് പണി കൊടുത്താല്? പണിന്ന് വെച്ചാ അവനെ തട്ടിക്കളയെന്നാണ് ഉദ്ദേശിച്ചത്? അതേ മാലിക്, ആ ചൂണ്ട ചെറിയ ചെക്കൻ അവനെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് നാട് കടത്താം. പക്ഷെ ദേവരാജൻ വിഷമ അവനെ ഇവിടെ തന്നെ ഇപ്പൊ തന്നെ തീർത്തേക്കാം. ഇവിടെ വെച്ചോ? കെട്ടിയ വെറും 4 മാസം. ഞാൻ അകത്തേക്ക് പോയിട്ട് പുറത്ത് വന്നേക്കാം. എന്നെ ഓർത്ത് നീ വിഷമിക്കണ്ട. ചേട്ടൻ എന്തിനാ പോകുന്നത്? ഞാൻ പോന്നേ. ചേട്ടന് വേണ്ടി എന്തും ചെയ്യും ഞാൻ. ഒളിച്ചിരുന്ന് കേൾക്കുമായിരുന്നു തെണ്ടി. അവനവൻ ചെയ്യുന്നത് അവനവൻ തന്നെ അനുഭവിക്കണം. നീ പറ മാലിക്. എന്തൊക്കെയാണേലും അവളുടെ ചേട്ടനല്ലേ, അതുകൊണ്ടാണ് ഞാൻ ആലോചിക്കുന്നത്. അവളുടെ അടുത്ത് അങ്ങ് ചോദിച്ചാ പോരെ? എന്തുവാടേ ഈ ചെറിയ കാര്യത്തിനാണ് ഇത്ര ആലോചിക്കുന്നത്? ചേച്ചി വാ. അതാണ് മര്യാദയ്ക്ക് പൊക്കോ, അല്ലെങ്കിൽ തീർത്തളയും ഞാൻ. പെങ്ങളാണെന്ന് ഞാൻ നോക്കില്ല. പൊക്കോണം. എന്റെ അച്ഛനെ കൊന്നിട്ട് അവന്റെ സംസാരം കണ്ടില്ലേ? 5 മിനിറ്റ് സമയം തരാം. ഒറ്റ ഒരുത്തന്നെ ഇവിടെ കാണരുത്. പൊക്കോണം എല്ലാവരും. ചേട്ടാ, അവനെ വെറുതെ വിടാൻ പാടില്ല. അവനെ ഞങ്ങൾക്ക് കൊന്നേക്കും. അത് തന്നെയാ ചേട്ടനും പറയുന്നത്. അവനെ ഇവിടെ വെച്ച് തന്നെ തീർത്തേക്കാണ്. പുഷ്പലത,
ഈ ദേവരാജനും ജീവിക്കില്ല, നമ്മളെയും ജീവിക്കാൻ സമ്മതിക്കില്ല. എന്നോ എവിടെയോ ചെയ്യേണ്ട കാര്യം ഇന്ന് ഇവിടെ തന്നെ അങ്ങ് തീർത്തേക്കാം. ചേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? എനിക്ക് പേടിയാവുക. നീ വെറുതെ പേടിക്കണ്ട. നന്നായിട്ട് ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാ. എന്റെ കണക്ക് ഒരിക്കലും തെറ്റില്ല. നിന്റെ തീരുമാനം എന്താ? ആ വാക്കിന് വേണ്ടിയാ കാത്തിരിക്കുന്നത്. ശരിയേട്ടാ, അവനെ കൊന്നേക്ക്. എന്താടാ എന്ത് പറ്റി? പോവാണോ? ഇനി ഇടയ്ക്കിടയ്ക്ക് മരണ വീട്ടിലേക്ക് വരേണ്ടി വരും നീ. എന്താടാ പ്രശ്നം ഉണ്ടാക്കാൻ തന്നെയാണോ നിന്റെ പുറപ്പാട്? എന്റെ പൊന്നു ദേവരാജ, ഒരു തീരുമാനം എടുത്ത അത് അപ്പൊ തന്നെ തീർക്കണം. ചുമ്മാ വച്ച് നീട്ടരുത്. അവിടെ നിൽക്കുന്നവന്മാർ അവിടെ തന്നെ നിന്നോണം. 2 ശവം വീണ വീട്ടിൽ 3ാമത്തെ ശവം വീഴണമെന്ന് ആഗ്രഹിക്കുന്നവ മാത്രം മുമ്പോട്ട് വാ. അതാണ്. എടാ മക്കളെ ചൂണ്ട്, ഈ നിമിഷം മുതൽ നിങ്ങളുടെ എല്ലാ കളിയും തീർന്നു. മരിച്ചവർക്ക് ചെയ്യേണ്ട കർമ്മങ്ങളൊക്കെ ചെയ്തിട്ട് നീയും നിന്റെ ആൾക്കാർ നാട് വിട്ടു പോയിക്കൊള്ളണം. അല്ലാതെ എന്തെങ്കിലും കലാപരിപാടി ചെയ്യണമെന്ന് വിചാരിച്ച ഒരുത്തനും ഇവിടെ നിന്ന് ജീവനോടെ പോവില്ല. വെറുതെ കലിപ്പാക്കല്ലേ, മനസ്സിലായടാ? നോക്കൂത്തി പോലെ നിൽക്കാതെ അടിക്കടാ.